Good morning, students. അപ്പോൾ നമ്മൾ ഇന്നലെ നോട്ട് ചെയ്തത് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് EDI വേർഡിന് തന്നെയുണ്ട് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. EDI എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക് ആയിട്ട് ഡാറ്റ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. EDI, which stands for Electronic Data Interchange, is the inter-company communication. Inter എന്ന് പറഞ്ഞാൽ എന്താണ്? Inter എന്ന് പറയുന്നത് ഇടയിൽ അല്ലെ, ഇന്റർ കമ്പനി കമ്മ്യൂണിക്കേഷൻ ഓഫ് ബിസിനസ് ഡോക്യുമെന്റ് ഇൻ എ സ്റ്റാൻഡേർഡ് ഫോം. അപ്പം EDI എന്ന് പറഞ്ഞാൽ ഇന്റർ ചേഞ്ച്, നമ്മൾ ചേഞ്ച് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നു. എന്താണ്? ഇന്റർ കമ്പനികൾക്കിടയിൽ, ഇന്റർ കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനികൾക്കിടയിൽ, അതായത് രണ്ട് കമ്പനികൾക്ക് ഇടയിൽ നമുക്ക് എന്തെങ്കിലും, ഇപ്പം എ എന്ന് പറയുന്ന എൻ്റെ കമ്പനി എ ആണെന്ന് വിചാരിക്കുക. ഇപ്പം വേറൊരാളുടെ ഒരു കമ്പനി എന്ന് വിചാരിക്കുക, ബി എന്ന് പറയുന്ന ഒരു കമ്പനി വേറൊരാൾക്കുണ്ടെന്ന് വിചാരിക്കുക. അപ്പം എ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ബി എന്ന് പറയുന്ന കമ്പനി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പർച്ചേസ് ഓർഡറൊക്കെ കൊടുക്കും അല്ലേ, നമുക്ക് ഈ സംഭവം വേണമെന്നും പറഞ്ഞിട്ടൊക്കെ ഓർഡർ കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് അതിനെ കൊണ്ട് ചെയ്യിക്കാതെ നമ്മൾ സിസ്റ്റം വൈസ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മൾ EDI എന്ന് പറയുന്നത്. EDI which stands for ഇന്റർ കമ്പനി, കമ്പനികൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ ഓഫ് ബിസിനസ് ഡോക്യുമെന്റ്. എന്തിനാണ്? സാധാ കമ്മ്യൂണിക്കേഷൻ അല്ല, ബിസിനസ് ഡോക്യുമെന്റ്, ബിസിനസ്സിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ സ്റ്റാൻഡേർഡ് ഫോം അല്ലെ. നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ എന്തെങ്കിലും ഒരു കാര്യം ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ ദർ എക്സിസ്റ്റിംഗ് സം സ്റ്റാൻഡേർഡ് ഫോം അല്ലെ, സ്റ്റാൻഡേർഡ് ഫോം ഉണ്ടായിരിക്കും അല്ലെ. നിങ്ങൾ പല പ്രോഗ്രാംസുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ നമ്മുടെ ഫോണുകളിലും ലാപ്പിലൊക്കെ ഉള്ളതും കമ്പ്യൂട്ടറിലൊക്കെ ഉള്ളതും ഓരോരോ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ് സിസ്റ്റം ചെയ്യുന്നത്. ആ സിസ്റ്റം ചെയ്യുമ്പോൾ ദർ എക്സിസ്റ്റിംഗ് എ ഫോർമാറ്റ് അല്ലെ, ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ടായിരിക്കും അല്ലെ. നമുക്കറിയാം നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പ് ചെയ്യുന്നുണ്ട്, ഫോട്ടോ അതിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മുടെ എന്താ പറയുന്ന ടേസ്റ്റിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് എഡിറ്റ് ചെയ്യാം. ആ എഡിറ്റിംഗ് ആരാണ് ചെയ്യുന്നത്? സിസ്റ്റമാണ് ചെയ്യുന്നത്. സിസ്റ്റം അതെങ്ങനെയാണ് ചെയ്യുന്നത്? ദർ ഈസ് എക്സിസ്റ്റിംഗ് സം ഫോർമാറ്റ് അല്ലെ, പ്രോഗ്രാംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു EDI വർക്ക് ചെയ്യുന്നത്. അതാണ് നമുക്കൊന്നുകൂടെ പോകുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിക്കോളും. ദി സിമ്പിൾ ഡെഫിനേഷൻ ഓഫ് EDI സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക് ഫോർമാറ്റ് ദാറ്റ് റീപ്ലേസ് പേപ്പർ ബേസ്ഡ് ഡോക്യുമെൻറ്റ്സ് സച്ച് ആസ് പർച്ചേസ് ഓർഡർ ഓർ ഇൻവോയ്സ്. അതായത് പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനെ റെഡ്യൂസ് ചെയ്യുകയാണ്, അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് EDI. Electronic format ആണ് that replace paper-based documents such as purchase order, invoice. By automating paper-based transactions, organization can save time and eliminate costly errors caused by manual പ്രോസസ്സിങ്. അപ്പോൾ ഇതിൽ കൂടി ചെയ്യുന്ന ഈ ഒരു പേപ്പർ വർക്ക് ഒഴിവായി കിട്ടുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സേവ് ദി ടൈം നമുക്ക് സേവ് ചെയ്യാം, എലിമിനേറ്റ് ദി കോസ്റ്റ് ഒരു എക്സ്റ്റെൻറ്റ് വരെ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. അതാണ് ഒരു മാനുവൽ പ്രോസസ്സിങ്ങിൽ നിന്ന് ഒരു EDIയിലോട്ട് ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ EDI എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സാധാരണ നമുക്കിപ്പോൾ ഒരു പർച്ചേസ് ഓർഡർ, നിങ്ങൾക്കൊരു സാധനം വാങ്ങണമെങ്കിൽ ഓർഡർ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ കോപ്പിയൊക്കെ എടുത്തിട്ട് പണ്ടൊക്കെയാണ് മെയിൽ ചെയ്ത് അല്ലെങ്കിൽ ഫാക്സ് ഒക്കെ ചെയ്തിട്ട് അല്ലേ നമ്മൾ ഈ ഒരു കാര്യം ആ ഒരു കമ്പനീനെ അറിയിക്കുകയാണ്, എനിക്ക് ഇത്ര ക്വാണ്ടിറ്റി സാധനം വേണം എന്ന് പറയുകയാണ് അല്ലേ. അങ്ങനെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ സിസ്റ്റം വൈസ് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് EDI എന്ന് പറയുന്നത്. അതായത് നമ്മളതിനെ വീണ്ടും ഫാക്സ് ചെയ്യുകയോ ഫോട്ടോ കോപ്പി എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു സ്പെസിഫിക് ഫോർമാറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, മറ്റ് കമ്പനിക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. അതിന് നമ്മളൊരു ടൈം ഇൻ്റർവെല്ലൊക്കെ അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അത്രയും ഡേയ്സ് ആകുമ്പോൾ, ഇപ്പോൾ 15 ഡേയ്സ് ആകുമ്പോൾ നമുക്ക് പുതിയ ഓർഡറുകൾ വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ഒരു മാസം ഫസ്റ്റിന് പർച്ചേസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ടും 15-നാണ് നമ്മൾ നെക്സ്റ്റ് പർച്ചേസിങ്. 15 ദിവസം കഴിയുമ്പോൾ 15-ാം തീയതി
ഡേറ്റ് 15-നാണ് പർച്ചേസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായി സിസ്റ്റം എന്ത് ചെയ്യും, ആ ടൈം ആകുമ്പോൾ ഈ പർച്ചേസ് ഓർഡർ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് വരും, സാധനം കമ്പനിയിലെത്തും. അതാണ് EDI എന്ന് പറയുന്നത്. In EDI transaction, information moves directly from computer application in one organization to computer application in another. EDI ഞാൻ പറഞ്ഞില്ല, ഒരു ഓർഗനൈസേഷനിലെ കമ്പ്യൂട്ടറിൽ നിന്ന് മൂവ് ചെയ്യുന്ന ഡയറക്ട്ലി ഫ്രം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ വൺ ഓർഗനൈസേഷൻ ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ അനദർ, വേറൊരു ഓർഗനൈസേഷൻ. EDI stands define the location and order of information in a document format. ഒരു പർട്ടിക്കുലർ ഫോമാറ്റിലായിരിക്കും സെൻഡ് ചെയ്യുന്നത്. വിത്ത് ദി ഓട്ടോമേറ്റഡ് capability, data can be shared rapidly instant of over hours. കുറേ ടൈം എടുക്കൂലേ മാനുവലി നമ്മളിത് ചെയ്യുമ്പോൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഡേ ഓർ വീക്സ് റിക്വയർഡ് വെൻ യൂസിങ് പേപ്പർ ഡോക്യുമെൻറ്റ് ഓർ അതർ മെത്തേഡ്സ്. നമുക്കറിയാം കുറേ വർഷങ്ങൾക്ക് ബാക്കിൽ ഈ പർച്ചേസ് ഓർഡറൊക്കെ സെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഈ ഒരു സാധനം വാങ്ങുകയും പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണമായിരുന്നു, കുറേ ടൈം എടുക്കുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പേപ്പർ വർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ സിസ്റ്റത്തിൽ EDI ഉണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പർച്ചേസിങ്ങും പർച്ചേസ് ഓർഡർ കൊടുക്കലും വാങ്ങലും ഒക്കെ പെട്ടെന്ന് നടന്നിട്ടുണ്ടായിരിക്കും. അതാണ് EDI ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിക്കോളും. ഓക്കെ. Electronic data interchange. EDI is the computer-to-computer exchange of business documents in a standard electronic format between business partners. അപ്പോൾ EDI എന്ന് പറയുന്നത് is a computer-to-computer, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന്, അതായത് A എന്ന് പറയുന്ന കമ്പനീൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് B എന്ന് പറയുന്ന കമ്പനിയുടെ കമ്പ്യൂട്ടറിൽ എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യുമെൻറ്റ്. എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്, ബിസിനസ് ഡോക്യുമെൻ്റ് ആണ്, അല്ലാണ്ട് വെറുതെ കുറേ ഇൻഫർമേഷൻ അല്ല. ബിസിനസ് ഡോക്യുമെൻറ്റ്, ദാറ്റ് മീൻസ് സാധനങ്ങൾ വാങ്ങാനുള്ള പർച്ചേസ് ഓർഡർ അങ്ങനെയുള്ള സംഭവമാണ്. ഇൻ എ സ്റ്റാൻഡേർഡ് ഇലക്ട്രോണിക് ഫോം. അപ്പോൾ അത് രണ്ട് സിസ്റ്റത്തിനും മനസ്സിലാവണമെങ്കിൽ എന്തുണ്ടായിരിക്കും, വി വാണ്ട്സ് ടു എ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്, ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലായിരിക്കും ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. ആര് തമ്മിലാണ്, ബിസിനസ് പാർട്ട്നേഴ്സ് എന്ന്. അപ്പോൾ EDIൻ്റെ ഡെഫിനിഷൻ ഇതാണ്, അല്ലെ മീനിങ്. ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് ഇസ് ദി കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യുമെൻറ്റ്. എന്തിനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ബിസിനസ് ഡോക്യുമെൻറ്റിനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇൻ എ സ്റ്റാൻഡേർഡ് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ. എങ്ങനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോണിക് ഫോർമാറ്റിലാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്, ബിറ്റ്വീൻ ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിലാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. EDI എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലോട്ട്. By moving from paper-based exchange of business document to one that electronic, business enjoy major benefits such as reduced cost, increased processing speed, reduced errors and improved relationship with the business partners. അതായത് പേപ്പർ ബേസ്ഡ് എക്സ്ചേഞ്ച് നിന്ന് കമ്പയർ ചെയ്യുമ്പം വൺ ദാറ്റ് ഇലക്ട്രോണിക് ആകുമ്പോൾ ബിസിനസ് എൻജോയ് മേജർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. അതായത് ഒരാൾ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടൊന്നും സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്ത് ചെയ്യും, സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അവിടെ ആ മാൻ പവറിൻ്റെ അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും, കോസ്റ്റ് സേവ് ചെയ്യാം. ഇൻക്രീസ് ദ പ്രോസസ്സിങ് സ്പീഡ്, പെട്ടെന്ന് തന്നെ ചെയ്യുന്നു അല്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ റെഡ്യൂസ്ഡ് എറേഴ്സ്, അതുകൊണ്ട് എന്ത് ചെയ്യും, എററുകൾ മിസ്റ്റേക്കുകൾ കുറയുന്നുണ്ട്. ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ്, അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, റിലേഷൻഷിപ്പ് അതായത് നമ്മൾ ഒരു ബിസിനസ് പാർട്ട്ണറുമായിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനാണ് കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെയുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും, നമ്മൾ കുറേ വട്ടം ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങി അവർക്ക് നമ്മളോടുള്ള ആ ഒരു ബന്ധം എന്ത് ചെയ്യും, കൂടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് EDI എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുക, നമ്മൾ നോർമലി ഒരു ഹ്യൂമൻ ബീയിങ്സ് ആണ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സിസ്റ്റത്തോടു കൂടി നമ്മൾ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ EDI ആയിട്ടുള്ള ഡിഫറൻസ് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ കാണിച്ചു തരാം. ബയർ ജനറേറ്റ് പർച്ചേസ് ഓർഡർ. നമുക്കിപ്പോൾ ഒരു സാധനം വാങ്ങണമെന്ന് വിചാരിക്കും, ഇപ്പം ഞാനാണെന്ന് വിചാരിക്കും, ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ കമ്പനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, എഴുതി ഉണ്ടാക്കും.
ഞാൻ എഴുതിയുണ്ടാക്കും. ഇവിടെ ഇരുന്നിട്ട് സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്തൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ടും എഴുതിയുണ്ടാക്കും. സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കി വെച്ചു. ഇനി ഞാനത് ഫാക്സ് ചെയ്യുകയോ മെയിൽ ചെയ്യുകയോ ചെയ്യും, അല്ലെ? ഒന്നെങ്കിൽ ഫാക്സ് ചെയ്യും അല്ലെങ്കിൽ മെയിൽ ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യും? സപ്ലയർ എൻറ്റേഴ്സ് ഓർഡർ ഇൻ ടു ഇൻറ്റേർണൽ സിസ്റ്റം ആൻഡ് പ്രിൻറ്റ് ആൻഡ് ഇൻവോയ്സ്. ദെൻ ഇതെന്ത് ചെയ്യും? നമ്മൾ മെയിൽ ചെയ്താൽ ഇവിടെ എത്തും. ഇവരെന്ത് ചെയ്യും? സിസ്റ്റത്തിൽ നോക്കിയിട്ട് നമുക്ക് ഡോക്യുമെൻറ്റിൻ്റെയൊക്കെ പ്രൂഫ് കണ്ടുകൊണ്ട് അതെന്ത് ചെയ്യും? അത് പ്രിൻ്റ് എടുത്ത് അവിടെ വെക്കും. ഓക്കെ. ദെൻ അത് കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യും? നമ്മുടെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഓർഡർ അക്സെപ്റ്റ് ചെയ്തതായിട്ട് കാണിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യും? മെയിൽ ചെയ്യുകയോ ഫാക്സ് ചെയ്യുകയോ ചെയ്യും. അതെന്ത് ചെയ്യും? നമ്മുടെ സിസ്റ്റത്തിലോട്ട് പോയി ബയർ എൻറ്റേഴ്സ് ഇൻവോയ്സ് ഇൻ ടു ദി ഇൻറ്റേർണൽ സിസ്റ്റം ഫോർ പ്രോസസ്സിങ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സിസ്റ്റത്തിൽ നോക്കിയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്, കിട്ടും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പാക്കും. ഇതാണ് നോർമലി നമ്മളൊരു EDI ഇല്ലെങ്കിൽ നോർമലി നമ്മൾ വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ ഹെൽപ്പോട് കൂടിയാണ് ണെങ്കിലും ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ടൈപ്പ് ചെയ്തുണ്ടാക്കി മെയിൽ ചെയ്യുകയോ ഫാക്സ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. ദെൻ തിരിച്ചത് ഇങ്ങോട്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് തിരിച്ച് ഇൻവോയ്സ് വരും. ഇൻവോയ്സ് എന്നും പർച്ചേസ് ഓർഡർ എന്നൊക്കെ പറയുന്നത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോം ഫില്ല് ചെയ്യും, അതാണ് പർച്ചേസ് ഓർഡർ. ദെൻ തിരിച്ച് അവർ അക്സെപ്റ്റ് ചെയ്താൽ നമുക്കൊരു ഫോം അയച്ചു തരും, ഇൻവോയ്സ്. അതാണ് അതൊക്കെ എന്ന് പറയുന്നത്. ഇനി നമ്മൾ EDI ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇത് ബയേഴ്സ് ഇൻറ്റേർണൽ സിസ്റ്റം. ഇതിപ്പോൾ എൻ്റെ കമ്പനിയിൽ ആണെന്ന് വിചാരിക്കുക. ഇവിടെ EDI ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബയേഴ്സ് ഇൻറ്റേർണൽ സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. ഇതിൽ EDI അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പർച്ചേസ് ഓർഡർ ആര് പ്രിപ്പയർ ചെയ്യും? ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യും. ദെൻ മറ്റ് സപ്ലയർക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ ലുലുവിൻ്റെ കമ്പനിക്കാണെങ്കിൽ അയച്ചു കൊടുക്കും. അവിടുന്ന് എന്ത് ചെയ്യും? അവരുടെ ഇൻറ്റേർണൽ സിസ്റ്റം അത് അക്സെപ്റ്റ് ചെയ്തു അവർക്ക് അതിനനുസരിച്ച് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും സിസ്റ്റത്തിലെ പ്രോഗ്രാംസ്. അതായത് ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും. ദെൻ അവരെന്ത് ചെയ്യും? അതിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ഇൻവോയ്സ് സെൻഡ് ചെയ്യും, നേരെ നമ്മുടെ സിസ്റ്റത്തിൽ വരും. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്തുണ്ടാക്കേണ്ട ഒന്നും ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ടും വരുന്നുണ്ടായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ബാങ്കിങ് ട്രാൻസാക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാം, നമ്മൾക്കിപ്പോൾ ഓരോ എന്താ പറയുന്നത്, നിങ്ങൾക്ക് എത്ര രൂപ ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ദിവസത്തെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിങ്ങിൽ കാണിക്കുന്നുണ്ടായിരിക്കും. അത് ആരും പോയിരുന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ടും സിസ്റ്റം ചെയ്തിട്ട് അത് കാണിക്കുന്ന ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെയും ആ ഒരു എന്താ പറയുന്നത് പ്രോഗ്രാമിംഗ് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഒരു സ്പെസിഫിക് ഫോർമാറ്റ് ഉണ്ടായിരിക്കും, സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ടായിരിക്കും EDIക്ക്. അതാണ് EDI എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയിട്ടൊന്നും അയക്കേണ്ട സിസ്റ്റം. ഇപ്പോൾ നമ്മളത് ടൈം ഇൻ്റർവെല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, 15 ദിവസം കൂടുമ്പോൾ ഇത്ര ക്വാണ്ടിറ്റി സാധനം വാങ്ങണം. അത് നമ്മുടെ പ്രീവിയസ് മുന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ സാധനം വാങ്ങണം, 7 ദിവസം കഴിയുമ്പം 7 ഡേയ്സിൻ്റെ ഇൻ്റർവെല്ലിൽ നെക്സ്റ്റ് ഓർഡർ കൊടുക്കണം. സിസ്റ്റത്തിൽ നമ്മൾ ആ ഫോർമാറ്റിൽ നമ്മൾ ചെയ്തിട്ട് ഉണ്ടായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ്, അല്ലേ? നമ്മളിപ്പം ഏതെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറില്ല, അതേപോലെ തന്നെ. ഓക്കെ. അപ്പോൾ ഇതാണ് EDI എന്ന് പറയുന്നത്. നമുക്കിനി നെക്സ്റ്റ് ഫീച്ചേഴ്സ് നോക്കാം. EDIൻ്റെ ഫീച്ചേഴ്സ് ഓഫ് EDI നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്, ദർ ഈസ് എക്സിസ്റ്റിംഗ് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ടായിരിക്കും. ഡോക്യുമെൻറ്റ് മസ്റ്റ് ബി പ്രോസസ്ഡ് ബൈ കമ്പ്യൂട്ടർ റാദർ ദാൻ ഹ്യൂമൻ ബീങ്സ്. നമ്മൾ ഹ്യൂമൻ ബീങ്സ് അല്ല ചെയ്യുന്നത്, സിസ്റ്റമാണ് ചെയ്യുന്നത്. സിസ്റ്റം ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ടായിരിക്കണം, പ്രോഗ്രാമിംഗ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്കറിയാം, സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ദാറ്റ് ദി കമ്പ്യൂട്ടർ വിൽ ബി ഏബിൾ ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി ഡോക്യുമെൻറ്റ്, അല്ലേ? ആ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ടെങ്കിലാണ് സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഡോക്യുമെൻറ്റ് മനസ്സിലാക്കാനും കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാനും കഴിയുള്ളൂ. എ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഡിസ്ക്രൈബ് വാട്ട് വിച്ച് ഈച്ച്
piece of information is and in what format. ആ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ് പറയുന്നത് അല്ലെ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രോഗ്രാമിംഗ് BCA-കാർക്കും BSc-ക്കൊക്കെ അറിയാം അല്ലെ. പ്രോഗ്രാമിങ്ങിൽ എങ്ങനെയാണ് അല്ലെ, ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ടായിരിക്കും. ആ ഫോർമാറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ പ്രോഗ്രാം വർക്ക് അല്ല പ്രോഗ്രാംസ് എഴുതുന്നത്. അതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങൾ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ദാറ്റ്സ് എ ബിസിനസ് typically use EDA translator either as in house software or via EDA service provider to translate EDA format. So the data can be used by their internal applications and thus enable straight through processing of a document. അപ്പോൾ ഇത്രയേ ഉള്ളൂ. EDA ഒന്നെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മുടെ തന്നെ ഇന്റേണൽ സിസ്റ്റത്തിൽ അഡോപ്റ്റ് ചെയ്യുക, നമ്മുടെ തന്നെ EDP ഡിപ്പാർട്ട്മെന്റ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അതായത് യൂസ് ആൻ EDA ട്രാൻസ്ലേറ്റർ. ഒന്നെങ്കിൽ നമ്മളൊരു EDA ട്രാൻസ്ലേറ്ററെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇത് സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ EDA ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന കൺസൾട്ടിങ് ഏജൻസീനെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അവർ വന്നിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇത് ചെയ്തു തരുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡോക്യുമെന്റ് നമുക്ക് അഡോപ്റ്റ് ചെയ്തു തരുന്നുണ്ടായിരിക്കും അല്ലേ. നമുക്കറിയാം നമുക്ക് ഏതെങ്കിലും ആപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അഡോപ്റ്റ് ചെയ്യും. അതാണ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. അപ്പോൾ EDAക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ടായിരിക്കും. ഇത്രയും പഠിച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും എഴുതിയാലും മതി, ബാക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. ദെൻ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ. EDA ഡോക്യുമെന്റ് ക്യാൻ ബി ഡയറക്ട്ലി എക്സ്ചേഞ്ച്ഡ് ഫ്രം കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ ത്രൂ അപ്രോപ്രിയേറ്റ് ആപ്ലിക്കേഷൻസ്. നമ്മൾ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാണ്, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അവിടെ മെയിലിങ്ങോ മീൻസ് നമ്മൾ ടൈപ്പ് ചെയ്ത് മെയിൽ ചെയ്തേണ്ട ആവശ്യമൊന്നും ഇല്ല. അത് ഓട്ടോമാറ്റിക്കായിട്ടും സെൻഡ് ആവും. അല്ലെങ്കിൽ നമ്മൾ ഫാക്സ് ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നോർമലി മെയിൽ ചെയ്യുന്ന മാതിരി ഡോക്യുമെൻ്റ് ഉണ്ടാക്കി അത് കോപ്പി ചെയ്ത് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. അത് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ടും ചെയ്യും. അതാണ് കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. Then business partners. Exchange of EDA document is typically between two different companies referred to as a business partner. ഈ സംഭവം EDA ട്രാൻസ്ലേഷൻസ് നടക്കുന്ന ബിറ്റ്വീൻ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കും. ബിസിനസ്സുകൾ രണ്ട് കമ്പനീസ് തമ്മിൽ ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് ബിസിനസ് പാർട്ട്നേഴ്സ് എന്ന് പറയാം. or trading partners ആയിരിക്കും. For example, a company A may buy goods from company B യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. കമ്പനി A send orders to company B. B യിൽ നിന്ന് വാങ്ങണമെങ്കിൽ A എന്ത് ചെയ്യണം, ഓർഡർ അയക്കണം. കമ്പനി A and കമ്പനി B are business partners ആയിരിക്കും. അപ്പോൾ അങ്ങനെ സാധനങ്ങൾ വാങ്ങുന്ന രണ്ട് കമ്പനീസ് തമ്മിൽ വാങ്ങുകയാണെങ്കിൽ അവരുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് എന്നോ ബിസിനസ് പാർട്ട്നേഴ്സ് എന്നൊക്കെ പറയാം. അപ്പം EDA ബിറ്റ്വീൻ ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിലായിരിക്കും ഈ EDA ഉപയോഗിക്കുന്നത്. Then business document. There are many of the document that are typically exchanged between business. നമ്മൾ നോർമലി EDAയിലേക്ക് ഒരു ട്രാൻസാക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ബിസിനസ് ഡോക്യുമെൻ്റ് ആയിരിക്കും. ഏതെങ്കിലുമൊക്കെ ഡോക്യുമെൻ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യില്ല, ബിസിനസ് ഡോക്യുമെൻ്റ് മാത്രമാണ് ത്രൂ EDA കൂടി ചെയ്യുക. ദാറ്റ് മീൻസ് മോസ്റ്റ് കോമൺ ഡോക്യുമെൻ്റ് എക്സ്ചേഞ്ച്ഡ് വയ EDA ആർ പർച്ചേസ് ഓർഡർ, ഇൻവോയ്സ്. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങാൻ കൊടുക്കുന്നത്, നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി ഇന്ന റേറ്റിന് വേണമെന്നുള്ള ആ ഓർഡർ. ഇൻവോയ്സ് എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു വരുന്നത്, അവർ ആ ഓർഡർ അക്സെപ്റ്റ് ചെയ്തോന്നും പറഞ്ഞ് തിരിച്ച് നമുക്കൊരു ഓർഡർ കിട്ടും. അതാണ് ഇൻവോയ്സ്. ആൻഡ് അഡ്വാൻസ് ഷിപ്പിംഗ് നോട്ടീസ്. ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ബിസിനസ് ഡോക്യുമെൻ്റ്. ബട്ട് ദെയർ ആർ മെനി അതർ സച്ചസ് ബില്ലിംഗ് ഓഫ് ലാഡിംഗ്, കസ്റ്റമേഴ്സ് ഡോക്യുമെൻറ്റ്, ഇൻവെൻട്രി ഡോക്യുമെൻറ്റ്, ഷിപ്പിംഗ് സ്റ്റാറ്റസ് ഡോക്യുമെൻറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഡോക്യുമെൻറ്റ്. ഇങ്ങനെ വേറെ പല ഡോക്യുമെൻ്റ് എന്ത് ചെയ്യാം, ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, ഈ EDA കൂടി ചെയ്യാം ബിസിനസ്സിൻ്റെ. അതായത് ബിൽ ഓഫ് ലാഡിങ്, കസ്റ്റമേഴ്സ് ഡോക്യുമെൻ്റ്, ദെൻ ഇൻവെൻട്രി ഡോക്യുമെൻ്റ്, ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ ഡോക്യുമെൻ്റ്, ഷിപ്പിംഗ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ കൂടി ചെയ്യാം. നെക്സ്റ്റ് ബെനിഫിറ്റ് ഓഫ് EDA ആണ്. EDA എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റ് ഇൻ്റഗ്രേഷൻ ആണ്. സേവ് ടൈം ആൻഡ് മണി. നമുക്കറിയാം ടൈമും മണിയും അല്ലെ ഒരാൾ അതിൻ്റെ മേലെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഫാക്സ് ചെയ്ത് മെയിൽ ചെയ്ത്, പണ്ടൊക്കെ ആണെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് അതെന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്തുണ്ടാക്കി പ്രിൻ്റ് എടുത്തിട്ട് പിന്നെ അത് എന്ത് ചെയ്യണം,
നമ്മൾ സ്കാൻ ചെയ്തിട്ടൊക്കെ ഫാക്സ് ചെയ്യണമായിരുന്നു. അങ്ങനെയുള്ള ടൈമും മണിയും നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ത്രൂ ഓട്ടോമേഷൻ ഓഫ് എ പ്രോസസ് പ്രീവിയസ്ലി മാനുവലി എക്സിക്യൂട്ടഡ് വിത്ത് പേപ്പർ ഡോക്യുമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സേവ് ചെയ്ത് ടൈം ആൻഡ് മണി. അത് പെട്ടെന്ന് നമുക്കറിയാം അല്ലേ. ദെൻ സൊല്യൂഷൻ പ്രൊവൈഡ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ്, കാരണം നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. മോർ ബിസിനസ് ഡോക്യുമെൻറ്റ് ഷെയർഡ് ആൻഡ് പ്രോസസ് ലെസ് ടൈം ആൻഡ് ഗ്രേറ്റർ ആക്യുറസി. നമ്മൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ എററുകളൊന്നും കയറുന്നില്ല. ആ ഒരു രീതിയിൽ മാത്രമായിരിക്കും അത് പ്രോസസ്സ് ചെയ്യുക. അതിന് ബിയോണ്ട് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യില്ല അല്ലേ, നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ്, അതായത് പ്രോഗ്രാമിങ് തന്നെയാണ് ഓട്ടോമാറ്റിക്കായിട്ടും അത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളനുസരിച്ച് വളരെ ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. ദെൻ ഡേറ്റ ട്രാൻസ്ഫർ റെഡ്യൂസ് ഇറേഴ്സ്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യും, റെഡ്യൂസ് ദി ഇറർ അല്ലേ. നമുക്കറിയാം, നമ്മളിപ്പോൾ 10 ഓർഡർ ഇത്ര രൂപ വെച്ചിട്ട് റേറ്റിനാണെന്ന് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു ഹ്യൂമൻ ബീയിങ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. ത്രൂ റിജിഡ് സ്റ്റാൻഡർഡൈസേഷൻ വിച്ച് ഹെൽപ്പ് ടു എൻഷുർ ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റ ആർ കറക്റ്റ്ലി ഫോർമാറ്റ് ബിഫോർ ദ എൻഷുർ ദ ബിസിനസ് പ്രോസസ് ഓർ ആപ്ലിക്കേഷൻ. ബിസിനസ് പ്രോസസ് ഓർ ആപ്ലിക്കേഷൻ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് വളരെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടായിരിക്കും. ട്രാൻസ്ഫർ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് എററുകൾ കുറയ്ക്കുന്നുണ്ടായിരിക്കും അല്ലേ. നമുക്കറിയാം, നിങ്ങളൊരു പ്രോഗ്രാമിംഗ് സെറ്റ് ചെയ്ത് കൊടുത്താൽ പ്രോഗ്രാമിംഗ് എററൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അത് വർക്ക് ചെയ്യും. EDI ഇൻ്റഗ്രേഷൻ, അതായത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, മിസ്റ്റേക്ക് ഉണ്ടാകും. പക്ഷെ നമ്മൾ കാൽക്കുലേറ്ററിൽ നമ്മൾ 3 ഫിഗർ ആഡ് ചെയ്യുമോ അല്ലെ 10 ഫിഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ കോൺഫിഡൻറ്റ്. ബിക്കോസ് എന്താണ്, അതൊരു പ്രോഗ്രാമിംഗ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് കറക്റ്റ് ആയിരിക്കും അല്ലേ. ദാറ്റ്സ് നമ്മൾ കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്ത് നോക്കുന്നതും അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. ബട്ട് നമ്മൾ ഹ്യൂമൻ ബീയിങ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ ഫിഗറാണ്, നമ്മൾ തെറ്റിയോ എന്ന് വിചാരിക്കും. ദാറ്റ്സ് സോ ഹിയർ ഓൾസോ റെഡ്യൂസ് ദി എറർ. EDI ഇൻ്റഗ്രേഷൻ ഇംപ്രൂവ് ട്രാൻസിബിലിറ്റി ആൻഡ് റിപ്പോർട്ടിംഗ്. എന്ത് ചെയ്യുന്നു, റിപ്പോർട്ടിങ്ങും ട്രാൻസിബിലിറ്റിയൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. because electronic document can be integrated with a range of IT systems, support data collection, visibility and analysis. Data collection, ഡേറ്റ കളക്ട് ചെയ്യുകയും വിസിബിലിറ്റി ഇത് കൊടുക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ആരാണ്, സിസ്റ്റമാണ്. അതുകൊണ്ട് എന്താണ്, കുറച്ചുകൂടെ റിപ്പോർട്ടിംഗ് ഒക്കെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും അല്ലേ, വളരെ കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റിൽ ആയിരിക്കും. Then EDI automation support positive customer experience by enabling efficient transaction execution and prompt reliable product and service delivery. വളരെ കൃത്യമായിട്ടുള്ള ഓർഡറുകളും കാര്യങ്ങളും ആകുമ്പോൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ട്രാൻസാക്ഷനുകളും നടത്തും അല്ലേ. വളരെ കൃത്യമായിട്ടായിരിക്കും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പോകുന്നത്. അതാണ് EDIൻ്റെ വേറൊരു ബെനിഫിറ്റ്. അപ്പോൾ ദീസ് ആർ ദി മെയിൻ ബെനിഫിറ്റ് ഓഫ് EDI. ഒന്ന്, സേവ് ടൈം ആൻഡ് മണി. ദെൻ ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. റെഡ്യൂസ് എറർ കുറയ്ക്കുന്നു. റിപ്പോർട്ടിംഗ് ഇംപ്രൂവ് ദി ട്രാൻസിബിലിറ്റി ആൻഡ് റിപ്പോർട്ടിംഗ് ഇംപ്രൂവ് ചെയ്യുന്നു. അതായത് നമുക്കറിയാം, ഈ സിസ്റ്റം വൈസ് ചെയ്യുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയി. നമ്മൾ ചിലപ്പോൾ സെൻഡ് ചെയ്യുമ്പോൾ, മെയിൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇന്ന് 10:30 ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 10:35 ആയിപ്പോകും. ഇവിടെ എന്ത് ചെയ്യും, സിസ്റ്റം കറക്റ്റ് ആ ടൈം സെറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും, സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദാറ്റ്സ് എ റിപ്പോർട്ടിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. പോസിറ്റീവ് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് ആയിരിക്കും. ബിക്കോസ് എന്താണ്, അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു റിലേഷൻഷിപ്പാണ്. സോ ദർ ഈസ് എ പോസിറ്റീവ് കസ്റ്റമർ എക്സ്പീരിയൻസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്നവിടെ നോക്കുക. ഒന്നുമില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു, ബിസിനസ് ട്രാൻസാക്ഷനെ ചെയ്യുന്നതാണ് EDI എന്ന് പറയുന്നത്.